3.5 വർഷക്കാലം കൊണ്ട് 19 ലക്ഷം വീടുകളിൽ ജലജീവൻ മിഷൻ പദ്ധതി വഴി കുടിവെള്ളം എത്തിക്കാനായതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ചെങ്ങന്നൂർ മണ്ഡലം സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ആല ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള ശേഖരണ ടാങ്കിന്റെ നിർമ്മാണം, പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ എന്നിവ പെണ്ണൂക്കര കനാൽ ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 70 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനായി 4200 കോടി രൂപ പദ്ധതിക്ക് ഭരണാനുമതിയായതായും മന്ത്രി പറഞ്ഞു. 3.5 വർഷക്കാലം കൊണ്ട് 19 ലക്ഷം വീടുകളിൽ ജലജീവൻ മിഷൻ പദ്ധതി വഴി കുടിവെള്ളം എത്തിക്കാനായതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 60 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം കുടിവെള്ള കണക്ഷനുകൾ നൽകിയിരുന്ന സംസ്ഥാനത്താണ് 3.5 വർഷം കൊണ്ട് സർക്കാരിന് ഈ നേട്ടം കൈവരിക്കാനായതെന്നും മന്ത്രി പറഞ്ഞു. ചെങ്ങന്നൂർ മണ്ഡലം സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ആല ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ള ശേഖരണ ടാങ്കിന്റെ നിർമ്മാണം, പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ എന്നിവ പെണ്ണുക്കര കനാൽ ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിൽ സമഗ്രമായ കുടിവെള്ള പദ്ധതികളൊന്നും തന്നെയും ബൃഹത്തായിട്ടുണ്ടായിരുന്ന ഒരു ജില്ലയല്ല. ചെറിയ പദ്ധതികൾ മുഖാന്തരം കുടിവെള്ളം എത്തുന്നതിനും എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടന്നു പോകുന്നത്. എന്നാൽ 2018 പ്രളയകാലത്തിന് ശേഷം സമഗ്രമായ പദ്ധതി കൊണ്ടുവരുന്നതിനെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളുടെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വരിക. അതിലെ മുന്തിയ പങ്കും കിഫ്ബി മുഖാന്തരമാണ് നടത്തുന്നത്. സംസ്ഥാന ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ആ പദ്ധതിയിലൂടെ ഏതാണ്ട് 200 കോടി രൂപയിലേറെ ഈ മണ്ഡലത്തിൽ പ്രയോജനപ്പെടുന്നുണ്ട്. അതിന്റെ 1, 2, 3 പാക്കേജുകളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതിനോടനുബന്ധമായാണ് ജലജീവൻ മിഷന്റെ പദ്ധതിയുമായി ചേർന്ന് ആല പഞ്ചായത്തിൽ ഇന്ന് നടക്കുന്ന ഈ ഉദ്ഘാടനം. നമ്മുടെ ജില്ലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആലപ്പുഴ ജില്ലയിൽ ഇതിനോടകം ജലജീവൻ മിഷന്റെ ഭാഗമായി തന്നെ 1668 കോടി രൂപ ചെലവഴിക്കാൻ കഴിഞ്ഞു. അനുവദിച്ചു കൊടുത്തു, ഭരണാനുമതി കൊടുത്തു. കിഫ്ബി പ്രോജക്റ്റിൽ 883 കോടി രൂപ കിഫ്ബി പ്രോജക്റ്റിന് നൽകാനായിട്ട് സാധിച്ചു. അമൃത പദ്ധതിയിൽ 89 കോടി രൂപ. ഒരു ഗവൺമെന്റ് കാലഘട്ടത്തിൽ ചെയ്യാൻ കഴിയുന്ന ഇത്തരം പ്രവർത്തികൾ ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളത്? ഒരുപാട് പ്രവർത്തികൾ യാഥാർത്ഥ്യമാകുന്നു. ചെങ്ങന്നൂരിൽ തന്നെ, ഞാൻ വിശദീകരിക്കുന്നില്ല, ചെങ്ങന്നൂരിലെ PWD റോഡുകൾ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ. 70 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനായി 4200 കോടി രൂപ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായും മന്ത്രി പറഞ്ഞു. ജലവിഭവ വകുപ്പിന് കീഴിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 525 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. 2016 രാമേന്ദ്രൻ നായർ സാറിവിടെ ജയിക്കുമ്പോൾ ഉണ്ടായിരുന്ന PWD റോഡിന്റെ അവസ്ഥ 2024 എത്തുമ്പോൾ PWD റോഡിന്റെ അവസ്ഥ ഒന്ന് താരതമ്യം ചെയ്താൽ മതി. ഇതെല്ലാ PWD റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറി. നമ്മുടെ ഉപറോഡുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് പ്രവർത്തനത്തിലേക്ക് വരുന്നു. ഇനി കുറച്ച് റോഡുകളുണ്ട്. അപ്പൊ പൈപ്പ് ലൈൻ ഇടുമ്പോൾ ഈ റോഡൊക്കെ കുറച്ച് പോകും. വിഷമിക്കരുത് ആരും. അവിടെ റോഡ് പൊട്ടുമ്പോൾ പൊട്ടിക്കാതെ പൈപ്പ് ഇടാൻ പറ്റില്ല. പക്ഷെ റീസ്റ്റോർ ചെയ്യാനുള്ള പണം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി അതെല്ലാം ചെയ്യും. അപ്പൊ പൈപ്പ് ഇടണം, റോഡും പണിയണം. പക്ഷെ ഇപ്പൊ നമ്മുടെ റോഡുകളൊക്കെ നന്നായി കിടക്കുകയാണ്. ഇപ്പൊ പല സ്ഥലത്തും ഈ റോഡ് പൊട്ടിച്ചതിൻ്റെതായ ചില പ്രയാസങ്ങൾ നമുക്കുണ്ട്. പക്ഷേ പരമാവധി റോഡുകൾ നമുക്ക് 1-2 വർഷം കൊണ്ട് എല്ലാം പൂർത്തീകരിച്ച് മനോഹരമാക്കാം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR മുരളീധരൻ പിള്ള, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള ദേവി, ഗ്രാമപഞ്ചായത്ത് അംഗം PS ശരണ്യ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K അർച്ചന തുടങ്ങിയവർ പങ്കെടുത്തു. മുളക്കുഴ, വെൺമണി, ആല, ചെറിയനാട്, പുലിയൂർ, ബുധനൂർ, പാണ്ടനാട് ഗ്രാമപഞ്ചായത്തുകളെയും ചെങ്ങന്നൂർ നഗരസഭയെയും ഉൾപ്പെടുത്തി കിഫ്ബി, ജലജീവൻ മിഷൻ എന്നിവയിൽ നിന്നുള്ള 525 കോടി രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ആല പഞ്ചായത്തിലെ കുടിവെള്ള ശേഖരണ ടാങ്കിന്റെ നിർമ്മാണം, സ്ഥാപിക്കൽ എന്നിവ ഉൾപ്പെടെ 46.25 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. CD നെറ്റ് ന്യൂസ്, മാവേലിക്കര.